എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള അതുപോലെ തന്നെ കാലിക്കറ്റ് അതുപോലെ MG യൂണിവേഴ്സിറ്റി ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ നൽകുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇന്ന് രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിങ്ങൾ അറിയില്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ മതി. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 11:59 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ആ ഒരു അവസരം ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു കേരള അതുപോലെ തന്നെ കാലിക്കറ്റ് അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിക്കകം നിങ്ങളുടെ അപേക്ഷകൾ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ, അതായത് കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അതുപോലെ MG യൂണിവേഴ്സിറ്റിയോ ഒക്കെ അപേക്ഷ നൽകിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ഇന്ന് രാത്രി 11:59 അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ ഒരു ജൂൺ 12 മുതൽ 13 വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി വരെ ഈ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അത് ഓപ്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരുന്നാലും നിങ്ങൾക്ക് ഇന്ന് രാത്രി 11:59 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അതായത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ വരുത്തുകയും ഏതൊരു യൂണിവേഴ്സിറ്റി അപേക്ഷയായാലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയും ആ ഒരു പുതിയ അപേക്ഷയിൽ വന്ന മാറ്റങ്ങൾ, ചേഞ്ചുകൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ വരാനായിട്ട് പുതിയ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ ഫീസ്, അതായത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ ചലാനും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.